നമ്മൾ ഈ ബോൾട്ട് ഡോട്ട് ന്യൂ ഒക്കെ സംസാരിച്ചു, പക്ഷേ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യണേ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇപ്പോൾ ചാറ്റ് ജി പി ടി പോലത്തെ ക്ലോഡ് പോലത്തെ ഏതെങ്കിലും എൽ എൽ എം ആണെന്ന് അറിയാം, പക്ഷെ എങ്ങനെയാണ് അത് വെച്ചിട്ട് വലിയ ഇതുപോലെയൊക്കെ ബിൽഡ് ചെയ്യണേ? ഇത് ബിഹൈൻഡിൽ എന്തായാലും ഒരു എൽ എൽ എം മോഡൽ ഉണ്ടാവും. നമ്മളിപ്പോഴത്തെ ഒരു നോളജ് വെച്ചിട്ട് എന്തായാലും ഒരു എന്താ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് ട്യൂൺ ചെയ്ത ഒരു എൽ എൽ എം മോഡൽ ഉണ്ടാവും. അതായത് എസ്പെഷ്യലി എന്താണ് ബോർഡിന് യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് എന്ന് വെച്ചാൽ റിയാക്ട് ഉണ്ട് ഫ്രണ്ട് എൻഡിൽ, പിന്നെ വൈറ്റ് ജേസ്, അതുപോലെ ബാക്ക് എൻഡിൽ ഇത് വേറെ ഒരു ലാംഗ്വേജിലെ എന്തായാലും ചെയ്ത ഒരു എൽ എൽ മോഡൽ എന്തായാലും ഉണ്ടാവും. ആ ഒരു ഓൺ ഡാറ്റ വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഇനീഷ്യലി ഇന്ന ആർക്കിടെക്ചറിൽ ഇങ്ങനെ ആ ഒരു എല്ലാം ഓൾറെഡി അങ്ങനെ രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്ത ഒരു എൽ എൽ എം മോഡൽ എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു യു ഐയിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ ജസ്റ്റ് നമ്മളെ ബി എസ് കോഡ് പോലത്തെ ഒരു എഡിറ്റർ ഉണ്ട്. ഈ എഡിറ്റർ അറിയുമ്പോൾ നമ്മളൊക്കെ പണ്ട് വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു യു ഐൻ്റെ ടാസ്ക് വരുമ്പോൾ റെഫറൻസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണ കുറച്ച് വെബ്സൈറ്റ് ഉണ്ട്. കോഡ് സാൻഡ് ബോക്സ്, സ്റ്റാക്ക് ബ്ലിറ്റ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ സെയിം എന്താണ് യു ഐനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സെർവറിൽ റൺ ചെയ്യുന്ന ഒരു എഡിറ്റർ, അത്രേ ഉള്ളൂ. ആ ഒരു സംഭവമാണ് ഇത് വെച്ചത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രോംപ്റ്റ് കൊടുത്തത് ഇവിടെ? നമ്മൾ ജസ്റ്റ് ഒരു മെൻ ഫാഷൻ സ്റ്റോറിന്റെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആദ്യം ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റിനെ ഓരോന്ന് എലാബറേറ്റ് ചെയ്യും, വലുതാക്കും. അതിനുശേഷം പിന്നെ എന്താണ് ചെയ്യണത്? പിന്നെ ഓല് ഇങ്ങനെ ഈ ഒരു ഇവിടെ വന്ന് എലാബറേറ്റ് ചെയ്ത ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഇതിന്ന് ഓൾറെഡി ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവലെ ആർക്കിടെക്ചർ എങ്ങനെ എന്താണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു മോഡൽ അല്ലെങ്കിൽ പോലത്തെ ഒരു മോഡൽ മേ ബി ഉണ്ടാവും ബിഹൈൻഡിൽ. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവലെ ഓരോ ഫയലും കാര്യങ്ങളും അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുക, അതിലുള്ള കോഡും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബിഹൈൻഡ്. അതായത് എന്നിട്ട് ഓരോരോ സിംഗിൾ പേജ് ആദ്യം സെറ്റ് ചെയ്ത രീതിയിൽ റെപ്പ് ഉണ്ടാക്കും, അതിലേക്കുള്ള സിംഗിൾ പേജുകളുള്ള കോഡ് നമ്മൾ മറ്റേ എൽ എൽ എം മോഡൽ മറ്റേ ചാറ്റ് ജി പി ടിയിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു ടെക്സ്റ്റ് ജനറേഷൻ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓരോ ഫയലിന്റെ ഉള്ളിലായിട്ടാണ് ഓരോന്ന് വരുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇവർ തന്നെയുള്ള കോഡ് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രിവ്യൂ എടുത്താൽ നമ്മളിപ്പോ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് കാണിച്ചു തരും. അതായത് സെയിം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞില്ലേ കോഡ് സാൻഡ് ബോക്സ് അതേപോലെ സ്റ്റാക്ക് ബ്ലിറ്റ്സ് ഇതിന്റെ സെയിം കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ അവിടെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ അതിമക്ക് ഫോർക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ ജനറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൽ എൽ എം ആണ്. എൽ എൽ എം ത്രൂ വരുന്ന കുറച്ച് ഔട്ട്പുട്ട് വെച്ചിട്ട് ഇതിൽ എന്ത് ചെയ്യാണ്, ഫയൽ ജനറേറ്റ് ചെയ്യുക, അതിലുള്ള കോഡ് ജനറേറ്റ് ചെയ്യുക, ആ കാര്യങ്ങളാണ് ഇവിടെ മൊത്തം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു സെർവറിൽ, അതായത് ഒരു സെർവറിൽ റൺ ചെയ്യുന്ന ഈ ഒരു എഡിറ്റർ ഇതിൻ്റെ ഉള്ളിൽ ഔട്ട് കൊടുക്കുക,